ഒരു സംഭവം പറ്റത്തില്ല. കണ്ടോ? വാവ്, ഇതാണ് ഇവിടുത്തെ ഒരു. അയ്യോ എന്റെ പൊന്നെ, തൊട്ട് തൊഴുത്. എന്തൊക്കെ കാണണം ഇവിടെ, വലിയ ഭയങ്കര വിറ്റാ. എന്തായാലും തൊട്ട് തൊഴുത് ഒന്നും പറയണ്ട, ഭയങ്കര രസമാണ് അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ. അടിപൊളിയാണ്. എല്ലാരും ഇവിടെ നിന്ന് എല്ലാം എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ അവിടെ ചേർന്ന് തന്നെ അവിടെ ക്ലോക്ക് റൂം ഉണ്ട്. നമുക്കത് പോയി കണ്ടിട്ട് വരാം. നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ അവിടെ വെക്കാം. വെച്ചതിന് ശേഷം നമുക്ക് പോയിട്ട് വരാം. അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് നോക്കിയിട്ട് വരാം. ശ്രീകൃഷ്ണൻ ജനിച്ചു എന്ന് പറയപ്പെടുന്നത് ഈ ഒരു ഗേറ്റില്ലേ, ഈ ഒരു ഗേറ്റിന് അകത്തോട്ട് ഒരു 150 അടി ഉള്ളിലായിട്ടാണ് ആ ഒരു പിന്നെ ഗുഹ, അതായത് കംസന്റെ കാരാഗ്രഹം ഉള്ളത് അവിടെയാണ്. ഇവിടെ നമുക്ക് അകത്തോട്ട് മൊബൈല്, മറ്റ് ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല. നമ്മളിപ്പോൾ പോയി കംസന്റെ കാരാഗ്രഹം കണ്ടു കഴിയുമ്പോൾ ശരിക്കും മുഗൾ അധിനിവേശത്തിന്റെ ഒരു സാക്ഷ്യപത്രമായിട്ട് ശ്രീകൃഷ്ണന്റെ മുകളിൽ മുസ്ലിം പള്ളിയാണ്. ശ്രീകൃഷ്ണന്റെ അമ്മയുടെ കൊട്ടാരം അധിനിവേശ സമയത്ത് മുസ്ലിം പള്ളിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ഈ ഫോട്ടോയും വീഡിയോയും ഒക്കെ ആയിട്ട് പ്രചരിപ്പിക്കുകയും അതൊരു പ്രശ്നമാകാതിരിക്കുന്നതിൽ നിന്നും ഒഴിവാകാൻ വേണ്ടി ആയിരിക്കാം അങ്ങോട്ട് ഫോട്ടോഗ്രാഫി പ്രോഹിബിറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അവിടെ വേറെ യാതൊരുവിധ സെക്യൂരിറ്റി റീസൺസും ഇല്ല. എന്തായാലും കൊള്ളാം, വളരെ മനോഹരമായിട്ട് തന്നെ അതെല്ലാം പരിപാലിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. തീർച്ചയായിട്ടും വന്നാൽ ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്ത് വരുമ്പോൾ നമുക്കിവിടെ ലോക്കർ അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ മൊബൈലും മറ്റു എല്ലാ സാധനങ്ങളും നമുക്ക് അവിടെ സൂക്ഷിക്കാം. ഒരു കുഴപ്പമില്ല. ഞങ്ങളുടെ മൊബൈൽ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ക്യാമറ, അതെല്ലാം നമുക്കവിടെ കൊടുക്കാം. 10 രൂപയാണ് അതിനവർ ചാർജ് ചെയ്യുന്നത്. സേഫാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടാവും, എനിക്കും ഉണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ സാധനം വളരെ സേഫാണ് അവിടെ വെക്കാം. ഇന്ന് പെരുന്നാളിന്റെ ദിവസം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണേ. ഇതുണ്ടോ, എല്ലാവരും ഫോട്ടോ എടുക്കുകയും അങ്ങനെ നല്ല തിരക്കാണേ. ഇവിടെ എല്ലാം ഒത്തിരി കടകളും വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു ഗുമ്മാണ് ഇവിടെ എല്ലാം കാണാൻ. ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോഴേ അവിടെ പാനിപൂരി ഉണ്ടേ. പാനിപ്പൂരി നമുക്ക് ഇഷ്ടമുള്ള ഒരു സംഭവമാണ്. ഒരു പ്ലേറ്റ് വാങ്ങിച്ച് കഴിച്ചു. ശ്രീകൃഷ്ണ ജന്മഭൂമി കണ്ട് തൊഴുത് ആ ഗേറ്റ് വഴി ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഇവിടെ ഒരു കുളമുണ്ട്. പോട്രാക്കുണ്ട് എന്നാണ് ഈ കുളത്തിന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ, ശ്രീകൃഷ്ണൻ ജനിച്ചതിന് ശേഷം ശ്രീകൃഷ്ണന്റെ വസ്ത്രങ്ങൾ മാതാപിതാക്കൾ കഴുകിയിരുന്നത് ഇവിടെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് ഇവിടെ ഈ ഒരു പ്രാധാന്യം. ഇത് ഇപ്പം നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ജന്മഭൂമിക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു ഗേറ്റ് കടന്ന് ഇങ്ങോട്ട് ഇറങ്ങിയാൽ ഉടനെ കാണുന്ന ഒരു സ്പോട്ടാണിത്. അവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കി. ഇങ്ങനെ കടകളാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ കൃഷ്ണനല്ല, വേറൊരു ഷേപ്പാണ്. ഇവിടുത്തെ കൃഷ്ണനൊക്കെ വേറെ ഒരു ഷേപ്പാണ് നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ചായ ഉണ്ടോ? ഇതെന്തുവാ, മൺകടത്തിലാണ്, മൺകടത്തിലെ ചായ. ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കളയുവാ കേട്ടോ. ഇത് പിന്നെ ഒരു ഉപയോഗിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒക്കെ കാര്യം. എന്തുവാ അല്ലേ, നമ്മുടെ ഇവിടേക്കാന്ന് ഇത് എത്ര പ്രാവശ്യം ഉപയോഗിക്കും. മധുര ജംഗ്ഷനിലാണ് നമ്മൾ ശ്രീകൃഷ്ണ ജന്മഭൂമി അതുപോലെ വൃന്ദാവനമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങേണ്ട സ്റ്റേഷൻ കേട്ടോ. നമുക്കിനി പതുക്കെ പുറത്തോട്ട് പോകാം. കുറേ കാണുന്നതാണ് മധുര റെയിൽവേ സ്റ്റേഷൻ. ഇത് ഗേറ്റ് നമ്പർ ഉണ്ട് കേട്ടോ. ഇത് ഗേറ്റ് നമ്പർ 2 ആണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഹോം സ്റ്റേയുടെ ആൾ വരാമെന്ന് പറഞ്ഞ് വണ്ടിയും കൊണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണേ. നിങ്ങൾ കണ്ടോ ഇവിടെ വന്ന് ഇവിടുത്തെ ഓട്ടോയൊക്കെ ഉണ്ടോ? ഇവിടെ ഇപ്പോൾ മഴയാണേ. മഴയുള്ളതുകൊണ്ട് തന്നെ കാലാവസ്ഥയും കൊള്ളാം, ഒരു തണുപ്പും ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ നമുക്ക് ഓട്ടോ കിട്ടി കേട്ടോ. അപ്പോൾ ഓട്ടോയിൽ പോവാണേ. ഇലക്ട്രിക് ഓട്ടോ ആണ്. എന്താണോ, അടിപൊളിയാണ്. എൻ്റെ ഇവിടെ എല്ലാം അതാണ്. ഇങ്ങോട്ട് നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ഫുൾ ഇത് തന്നെ. പക്ഷേ രസമുണ്ട്. പെട്രോളിൻ്റെ പ്രശ്നമില്ല, യുദ്ധം വന്നാലും കുഴപ്പമില്ല. ഒന്ന് കറണ്ട് മാത്രം മതി. അതിപ്പോൾ വെയിലത്തൊന്നും വേണമെങ്കിൽ നമുക്ക് കണക്ക് ഇല്ലേ അല്ലേ, കറണ്ട് ഉണ്ടാക്കാൻ കൊള്ളാം. എരുമയാണ്.
ഇവിടുത്തെ ഗലികളാണ്. നമ്മുടെ അടുത്ത റൂമാണ് മധുരയിലെ. കുഴപ്പമില്ലേ, ബാത്റൂം ചെറിയ ബാത്റൂമാണ്, എന്നാലും അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. 1100 രൂപ GST ഉൾപ്പെടെ. ഇച്ചിരി ഉള്ളിലോട്ടാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള റൂമാണ് കേട്ടോ. ഞാൻ റൂം